കൂട്ടുകറി ഉണ്ടാക്കുന്നതിനായി ചേന പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടല കുതിർത്ത് വെച്ചതാണ്. കടല കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 3 വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ച ചേനയും കായും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ ഒരു വിസിൽ, ചേനേൻ്റെ വേവിനനുസരിച്ച് വേവ് കൂടുതലുള്ളതാണെങ്കിൽ 2 വിസിൽ വരെ വേവിക്കാം. അരപ്പിനായി തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി അതൊന്ന് അധികം അരിയുന്നില്ല, ഒതുക്കിയെടുക്കുന്നു. പിന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കഷ്ണങ്ങളൊക്കെ ഉടക്കണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നല്ലോണം ഉടച്ചു കൊടുക്കുക. നല്ലോണം വെന്തിനെ എല്ലാം കൂടെ ഇളക്കി കഴിയുമ്പോൾ തന്നെ നല്ലോണം ഉടഞ്ഞോളും. പിന്നെ അരപ്പ് വേകുന്നതിനായി കുറച്ച് നേരം വെച്ചു. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കൂട്ടുകറിക്ക് ഒരു വറവിടണം. തേങ്ങയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങ നന്നായി വറുത്ത് ചേർക്കുന്നതാണ് കൂട്ടുകറിൻ്റെ ടേസ്റ്റ്. വറുത്തിരിശ്ശേരി എന്നല്ലേ പറയാം. അപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തു. തേങ്ങയെല്ലാം നന്നായി വറുത്തെടുത്ത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.